എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കൃഷ്ണമന്ദേ സത്സംഗ സമിതിയുടെ ലളിതാ സഹസ്രനാമ ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കുന്നതിന് നമ്മുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്തലിങ്കലിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സർ. നമസ്തേ. നമസ്തേ ടീച്ചർ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതി നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഓം ശ്രീ മാത്രേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മളിന്ന് 17ാമത്തെ ക്ലാസ്സാണ്. 16 എന്നാണ് ഇട്ടിരുന്നത്. അപ്പോൾ സത്സംഗം, നാമജപം, അതുപോലെ ധ്യാനം, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ധാരാളം സത്സംഗങ്ങളിൽ പോവും, ഭജനകളിൽ പോവും, അതുപോലെ നാമം ജപിക്കും, സ്ഥിരമായിട്ട് നാരായണീയം വായിക്കും. ഇതൊക്കെ ചെയ്തിട്ടും പലപ്പോഴും മനസ്സിനിങ്ങനെ തോന്നും, എനിക്ക് ഒരു മാറ്റവും വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഭഗവത് ദർശനമോ ഭഗവത് കൃപയോ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിലേക്കുള്ള വഴിയോ ഒന്നും ഒരു വ്യത്യാസം കാണുന്നില്ലല്ലോ എന്ന് കുറേ കാലം ചെയ്യുമ്പോൾ പലർക്കും ഇങ്ങനെ തോന്നും. അവർക്ക് അതുകൊണ്ട് എന്തൊക്കെ വന്നു എന്നൊന്നും അറിയാൻ പറ്റില്ല. നമുക്ക് പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു വിഷമാവസ്ഥയിൽ, കാരണം ഇത് ബാരോമീറ്ററോ അല്ലെങ്കിൽ തെർമോമീറ്ററോ പ്രഷർ അളക്കുന്നത് പോലെയോ ടെമ്പറേച്ചർ അളക്കുന്നത് പോലെയോ മാനോമീറ്റർ വെച്ച് പ്രഷർ അളക്കുന്നത് പോലെയോ ഒന്നും അളന്നെടുക്കാൻ പറ്റില്ല. എന്താണ് നമ്മുടെ ആത്മീയ പാതയിലേക്കുള്ള പ്രഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേറ്റം. അപ്പോൾ ഇങ്ങനെയുള്ള വിഷമഘട്ടത്തിൽ പലപ്പോഴും പലരും സാധന ഉപേക്ഷിക്കും, അല്ലാണ്ടെങ്കിൽ സാധന ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്തെന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്തേക്ക് പോവും. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ കാര്യം എപ്പോഴും അദ്ദേഹത്തിൻ്റെ സത്സംഗങ്ങളിൽ പറയുമായിരുന്നു അത്രേ. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ 9 വയസ്സ് മുതൽ രമണ മഹർഷിയുടെ കൂടെ ഉണ്ടായിരുന്നു സുന്ദരേശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിഷ്യൻ. അദ്ദേഹം വളരെ പണ്ഡിതനായി, പിൽക്കാലത്ത് വളരെ വളരെ പണ്ഡിതനായിരുന്നു. ഈ കുറേ കാലം ഇങ്ങനെ രമണ മഹർഷിയുടെ കൂടെ നിഴല് പോലെ അദ്ദേഹം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ തൻ്റെ യുവാവസ്ഥയിൽ അദ്ദേഹത്തിന് തോന്നുകയാണ്, എനിക്കൊന്നും ആത്മജ്ഞാനോ അല്ലെങ്കിൽ അതൊന്നും കിട്ടുന്നില്ലല്ലോ ധ്യാനത്തിലൂടെയൊന്നും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാണ്, ഇനി ഞാൻ ഇവിടുന്ന് പോയിട്ട് സ്വന്തമായിട്ട് ധ്യാനം ചെയ്ത് ഏകാന്തത്തിലിരുന്ന് ധ്യാനം ചെയ്ത് കോലാഹലങ്ങളൊക്കെ ഒഴിവാക്കി എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇനി മുഖം കാണിക്കുള്ളൂ രമണ മഹർഷിയെ എന്ന് കരുതിയിട്ട് അദ്ദേഹം പോയി ആശ്രമത്തിൽ നിന്ന്, തിരുവണ്ണാമലയിൽ നിന്ന്. അങ്ങനെ പോയതിന് ശേഷം ഇദ്ദേഹം 1, 2, 3 മാസം സഹിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്. വിട്ടു പോന്നപ്പോൾ കുറേ കാലം എന്നും ദിവസം ഇങ്ങനെ തള്ളി നീക്കുന്നു. ഏകാന്തത്തിലിരിക്കാന്ന് പറഞ്ഞ് ഏകാന്തതയിൽ മനസ്സ് മുഴുവൻ വളരെ അസ്വസ്ഥമായി, ഉണ്ടായിരുന്നതും എല്ലാം പോയി. അങ്ങനെ അദ്ദേഹം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഓടി ചെല്ലുകയാണ്. എവിടേക്ക്? 3 മാസം കഴിഞ്ഞപ്പോൾ. അന്ന് മുകളിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത് അത്രേ. പണ്ട് താഴത്തായിരുന്നില്ല. തിരുവണ്ണാമലയുടെ ഏറ്റവും മുകൾ ശിഖരത്തിലായിരുന്നു രമണ മഹർഷി ഉണ്ടായിരുന്നതെന്ന്. അവിടേക്ക് ഓടി കയറി ചെന്നപ്പോൾ അവിടെ പുറത്തിറങ്ങി നിന്നിട്ട് സുന്ദരേശ വരൂ എന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് രമണ മഹർഷിന്ന്. എന്നിട്ട് പറഞ്ഞത്രേ, നീ പോയിട്ട് 100 ദിവസമായി ഇന്നേക്ക് സുന്ദരേശാന്ന്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ശിഷ്യൻ എണ്ണീട്ടില്ല. ശിഷ്യൻ ആ മനസ്സിനുള്ള ആ വികാരവും അതുപോലെ എല്ലാം കൂടിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല എത്ര ദിവസമായെന്നും. പക്ഷെ ഗുരു ഓരോ ദിവസവും കാത്തിരിക്കുകയാണ് ഈ ശിഷ്യൻ പോയത്. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നിപ്പോയി. എന്നിട്ട് പറഞ്ഞത്രേ, എൻ്റെ കൂടെ നിന്നിട്ട് നിനക്ക് കാര്യമായിട്ടൊന്നും ലഭിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ ഗുണ വിട്ടു നിന്നപ്പോൾ നിനക്ക് എന്താണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചുത്രേ. അപ്പോൾ കരഞ്ഞ് കാല് പിടിച്ചു എന്നാണ് പറയണത്. അതിനുശേഷം ഒരിക്കലും വിട്ടുപോയില്ല. അവിടുന്ന് അദ്ദേഹം അദ്വൈതവും എല്ലാം പഠിച്ച് വളരെ ജ്ഞാനിയായി മാറി സുന്ദരേശൻ.
അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആത്മീയതയുടെ പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗൃഹസ്ഥന്മാർക്ക് ഇനി വരുന്ന നാമങ്ങളിലും വരും. ഗൃഹസ്ഥന്മാർക്ക് അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവരിത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു പ്രായമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആസക്തി വിടണം. അതുവരെ നമുക്കെല്ലാം ചെയ്തേ പറ്റൂ. അപ്പൊ നമുക്ക് വരുന്ന മാറ്റങ്ങളിൽ നമുക്ക് അറിയണം. നമ്മൾ തന്നെ ചില നാമങ്ങൾ ഇനി വരുമ്പോൾ നമ്മളത് പറയും ഇന്ന് തന്നെ. ആ ഒരു കാര്യം മനസ്സിൽ വേണം. എന്നിട്ട് അത് ഉറപ്പിച്ചിട്ട് നമ്മൾ മുന്നിലേക്ക് പോകണം. അല്ലാതെ ഇത് പെട്ടെന്ന് എന്തെങ്കിലും സിദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ ആത്മജ്ഞാനിയാവുക എന്നുള്ളത് പോലെയൊന്നും നടക്കില്ല. അന്വേഷിയെ പറ്റിയിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സത്യം എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളല്ലാതായി മാറി എന്ന് വരും. അപ്പൊ ആർക്കും അത് വേണ്ട. ഇപ്പൊക്കെ ലോകവും നടക്കണ്ടേ അതിൻ്റെതായ രീതിയിൽ. അപ്പോൾ ഈ കാര്യം എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ സത്സംഗം ഉപേക്ഷിച്ചാലാണ് നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് 45-ാമത്തെ നാമത്തിലായിരുന്നു. നമ്മൾ കുറച്ച് നാമങ്ങൾ 45-ാമത്തെ ശ്ലോകത്തില് നമ്മൾ കണ്ടു. ആ ശ്ലോകം ഒന്ന് ചൊല്ലാം നമുക്ക്. നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര. ഇങ്ങനെ 8 നാമങ്ങളുള്ള ശ്ലോകമാണ് 45-ാമത്തെ. അതിനകത്ത് നമ്മൾ നിത്യമുക്ത എന്നും നിർവികാര എന്നുള്ളതും നിഷ്പ്രപഞ്ച എന്നുള്ളതും നിരാശ്രയ എന്നുള്ള നാമവും കണ്ടു. നിരാശ്രയ എന്നുള്ള നാമത്തില് ആശ്രയമില്ലാത്ത ശരീരം, ആശ്രയമില്ലാത്ത കട്ടിലിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. പെട്ടെന്നൊന്ന് ഓർത്തെടുക്കൂ എവിടെ നമ്മൾ നിർത്തിയതെന്ന്. ആശ്രയമില്ലാതെ നമ്മൾ രാവിലെ എണീറ്റ് ധ്യാനത്തിൽ കട്ടിലിൻ്റെ മുകളിൽ ഇരിക്കുന്നു. അതിനുശേഷം ഭൂമിയിൽ തൊട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ കുറേ ദിവസം പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കട്ടിലേ ഇല്ല എന്ന് വിചാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ശരീരം മാത്രമാണെന്ന് വിചാരിക്കുന്നു. ശരീരമേ ഇല്ല, ആത്മാവ് മാത്രമേ ഉള്ളെന്ന് കരുതുന്നു. അത് കഴിഞ്ഞ് ശുദ്ധ ബ്രഹ്മമാണെന്ന് വിചാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. ഇങ്ങനെ വിജ്ഞാന ഭൈരവ തന്ത്രത്തിലുള്ള ആ ഒരു മാർഗമാണ് നമ്മൾ പറഞ്ഞ് കണ്ടറിഞ്ഞ് നിർത്തിയത്. ഇതൊക്കെ നമ്മൾക്ക് ചെറുതായിട്ട് പലപ്പോഴും നമുക്ക് ധ്യാനത്തിലിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് വിചാരിക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ശ്രമിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. പലപ്പോഴും നമുക്ക് അതുകൊണ്ടൊക്കെ ഗുണമുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നിരാശ്രയ എന്നുള്ള നാമമാണ് കണ്ട ദേവി. ഒരാശ്രയത്തിൻ്റെയും ആവശ്യമില്ലാത്തവളാണ്. സർവത്തിനും ആശ്രയം ദേവിയാണ്. അതുകൊണ്ട് ദേവി നിരാശ്രയ. അടുത്ത നാമമാണ് 148-ാമത്തെ നാമം, നിത്യശുദ്ധ. അപ്പോൾ നിത്യശുദ്ധ എന്ന് പറഞ്ഞാൽ എന്നെന്നും നിത്യമായിട്ട് ശുദ്ധിയുള്ളവളാണ് ദേവി. അപ്പോൾ ശുദ്ധി അശുദ്ധി ഇവയൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സത്വ രജ തമോ ഗുണങ്ങളാൽ നമ്മളെ ചുറ്റപ്പെടുന്ന ജീവന് സംഭവിക്കുന്നതാണ് ഈ ശുദ്ധിയും അശുദ്ധിയും ഒക്കെ. അപ്പോൾ സമസ്ത പ്രപഞ്ചത്തിനും ആത്മാവായിട്ടുള്ള ഈ ദേവിക്ക് ഒരു ശുദ്ധതയുമില്ല, ഒരു അശുദ്ധിയുമില്ല. അപ്പോൾ ദേവി എന്നും ശുദ്ധ തന്നെയാണ്. അതുപോലെ തന്നെ അഗ്നി പോലെയാണ് ദേവി. ദേവിയിൽ എന്ത് വരുന്നുവോ അതിനെല്ലാം ദേവി സ്വീകരിച്ച് അതിനെ ശുദ്ധമാക്കി തീർക്കും എന്നുള്ളതാണ്. ഹവിസ് അർപ്പിക്കുമ്പോൾ അഗ്നിയായി മാറും. അതാണ് ഉണ്ടാകുന്നത്. അഗ്നിയിൽ വീഴുന്ന എന്തും അഗ്നിയായി മാറുന്നത് പോലെ, ശുദ്ധമായി മാറുന്നത് പോലെ, ആ എന്തും ദേവിയെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ എന്തർപ്പിക്കുന്നുവോ അതെല്ലാം ദേവിയായി മാറും. അതുകൊണ്ട് ദേവി നിത്യശുദ്ധ. അപ്പോ ഇവിടെ ഒരു ആപ്തവാക്യമുണ്ട്. അത്യന്ത മലിനോ ദേഹോ ദേഹീജ അത്യന്ത നിർമ്മല എന്നാണ്. ഇവിടെ ദേഹിയാണ് ദേവി. അത്യന്ത മലിനോ ദേഹോ, ഈ ദേഹം എന്ന് പറഞ്ഞാൽ തന്നെ മലഭാണ്ഡം എന്ന് ഭാഗവതാചാര്യന്മാരൊക്കെ ധാരാളം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ദേഹം വളരെ വൃത്തിയായി വെച്ചിരിക്കുകയാണ്, സ്കിന്നൊക്കെ വെച്ചിട്ട്. നമ്മൾക്കറിയാം ദേഹി പ്രാണൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു നിമിഷം പോലും അതൊരു ദിവസം പോലും ഇരിക്കില്ല എന്നുള്ളതാണ്. കാരണം ദേഹീച്ച അത്യന്ത നിർമ്മല എന്നാണ്. ദേഹി അത്യന്ത നിർമ്മലമാണ്. അതോ അതിൻ്റെ പുറത്തിരിക്കുന്നതോ എന്തിൻ്റെ ഉള്ളിലാണോ അത് അത്യന്ത മലിനോ ദേഹോ എന്നുള്ളതാണ് ആപ്തവാക്യം. അപ്പൊ ഇത് മനസ്സിലാക്കുക. ഇതെല്ലാം നമ്മൾക്കേ ഉള്ളൂ. ദേവി ശുദ്ധയാണ്, ദേഹിയാണ്, ശുദ്ധ ബ്രഹ്മമാണ്, ശുദ്ധ ബോധമാണ് ദേവി. അതുകൊണ്ട് ദേവി എന്നും ശുദ്ധയായവളാണ്. അടുത്തത് നിത്യബുദ്ധ. ഇതൊക്കെ 4 അക്ഷരങ്ങളുള്ള നാമങ്ങളാണ്. നമ്മൾ 16 അക്ഷരങ്ങളുള്ള നാമങ്ങളിൽ നിന്നും കുറേ 4 അക്ഷരങ്ങളുള്ള നാമങ്ങളിലാണ് വരുന്നത്. അതും ശുദ്ധബ്രഹ്മ സ്വരൂപമാണ് ദേവിയുടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ. അപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന നാമങ്ങളാണ്, എന്നാലോ വളരെ ലളിതമായിട്ട് തോന്നും ചെയ്യും. നിത്യബുദ്ധ. ഇപ്പോൾ ദേവി എന്നും പ്രബുദ്ധയാണ്. ദേവിക്ക് ബോധോദയത്തിൻ്റെ, ഇപ്പോൾ സിദ്ധാർത്ഥനോ
അതുപോലെ സിദ്ധാർത്ഥൻ ബുദ്ധനായതുപോലെയോ അല്ലെങ്കിൽ നമ്മൾക്ക് ബോധോദയം വന്നതുപോലെയോ ഒന്നും ആവശ്യമില്ല. ദേവി സദാ ബോധത്തിലാണ്, സച്ചിദാനന്ദ രൂപിയാണ് ദേവി, എന്നും പ്രബുദ്ധയായവളാണ് ദേവി. അപ്പോൾ ആ ചിത്ത് തന്നെ രൂപമായവളാണ് ദേവി. അതുകൊണ്ട് ദേവി നിത്യബുദ്ധ എന്ന് പറയും. അപ്പോൾ ഈ ജ്ഞാനവും അജ്ഞാനവും ഒക്കെ ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി ഇവിടെ ത്രികാലജ്ഞാനിയാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് എന്നും ആ ശുദ്ധ ബുദ്ധി ഉള്ളതാണ് ദേവി. അതുകൊണ്ട് ദേവിയെ നമ്മൾ നിത്യബുദ്ധ എന്ന് വിളിക്കും. അടുത്ത നാമമാണ് നിരവധ്യ. 150 നാമമാണ് നിരവധ്യ. 45 ശ്ലോകത്തിലെ 150 നാമം. ഇവിടെ നിരവധ്യ എന്ന് പറഞ്ഞാൽ നിർഗതമായ അവധ്യത്തോടു കൂടിയവള്. അവധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്ദ്യമാണ്. അപ്പൊ നിർഗതം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. നിർഗതമായ അല്ലെങ്കിൽ അവധ്യത്തോടു കൂടിയവൾ, നിർഗതമായ അജ്ഞാനത്തോടു കൂടിയവൾ. ആ അജ്ഞാനം മുഴുവൻ നീക്കി വിജ്ഞാന സ്വരൂപിണിയാണ് ദേവി. അപ്പോ ദേവി തന്നെ ജ്ഞാന സ്വരൂപിണിയാണ്. അതുകൊണ്ട് നിരവധ്യ. അവധ്യം എന്ന് പറഞ്ഞാൽ നിന്ദ്യം, അജ്ഞാനം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ ഇവിടെ നിരവധ്യാണ്. ദേവിയുടെ രൂപം നിരവധ്യ രൂപമാണ്. ദേവി ജ്ഞാനരൂപിണിയാണ്. ദേവി സദാ വന്ദനീയയാണ്. അതുകൊണ്ട് ദേവി നിരവധ്യ. അത് മറ്റൊരർത്ഥം അവധ്യം എന്ന് പറഞ്ഞാൽ നരകം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനം തന്നെയാണ് നരകം, അല്ലേ? ദുഃഖം, നരകം, ഇതൊക്കെ അജ്ഞാനമാണ്. അപ്പൊ അവധ്യം എന്നുള്ള അർത്ഥം നമ്മൾ നരകം എന്നുള്ളതാണ് എടുക്കുന്നതെങ്കിൽ ആ അജ്ഞാനം തന്നെയാണ് നരകം. അപ്പോൾ അജ്ഞാനമാകുന്ന നരകത്തിൽ നിന്നും സാധകരെ മോചിപ്പിക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് നിരവധ്യ. അപ്പോ ദേവി നിർഗതമായിട്ടുള്ള ശുദ്ധ ബോധം തന്നെയാണ് ദേവി. അവധ്യമാണ് ദേവി എന്ന് പറഞ്ഞാൽ ദേവി വിജ്ഞാന സ്വരൂപിണിയാണ് എന്നാണ് ഇവിടെ അർത്ഥം. ഇനി 151 നാമം നിരന്തര. ദേവി നിരന്തരയാണ്. നിരന്തര എന്ന് പറഞ്ഞാൽ അന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ്, അല്ലേ? അത് തമ്മിലുള്ള അന്തരം എത്രയാണ്, വ്യത്യാസം എത്രയാണ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഒരു ഇടയുമില്ല, ഒരു പഴുതുമില്ല. അത്രയും തിക്നെസ് ആയിട്ടാണ്. സാന്ദ്രം എന്നൊക്കെ നമുക്ക് ഒരു നാമം വരുന്നുണ്ട്. അപ്പോൾ ആ സാന്ദ്രത, അതിങ്ങനെ പഴുതില്ലാത്ത എവിടെയും ദേവി തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ദേവി നിരന്തരയാണ്. ഒരു ഇടയുമില്ലാതെ സർവ്വലോകത്തിലും വ്യാപിച്ചു കിടക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവി നിരന്തര, എങ്ങും നിറഞ്ഞ പൊരുളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം നിരന്തര. അപ്പോൾ ദേവിയുടെ സാന്നിധ്യമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഈ നാമങ്ങളൊക്കെ ഉറപ്പിച്ച് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നതാണ്. ദേവിയുടെ സാന്നിധ്യമില്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. അതുകൊണ്ട് ദേവി നിരന്തരയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈശാവാസ്യമിതം സർവം എന്നാണ് പറയുന്നത്. ഈ ആത്മചൈതന്യം തന്നെയാണ്, ആത്മാവ് തന്നെയാണ് ഈ ലോകത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദേവി നിരന്തര. അതുപോലെ തന്നെ സർവം ഖലു ഇദം ബ്രഹ്മ എന്ന് വെച്ചാലും എല്ലായിടത്തും ആ ബ്രഹ്മം തന്നെയാണ് എന്നുള്ളതാണ്. നമ്മുടെ ആപ്തവാക്യങ്ങളും അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ അതാണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവണം, ദേവി അങ്ങനെ തിങ്ങി നിൽക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ. ഈ പ്രപഞ്ച സ്വരൂപിണിയായിട്ട് ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള ദേവി, ബ്രഹ്മനന്ദിനിയായിട്ടുള്ള ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള ദേവി നിറഞ്ഞു നിൽക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ. അപ്പോൾ ഒരു ഗ്യാപ്പുമില്ലാതെ എന്ത് നിങ്ങൾ കാണുന്നുവോ, മലയാണെങ്കിലും പർവ്വതമാണെങ്കിലും നദിയാണെങ്കിലും, അതുകൊണ്ടാണ് നമ്മൾ എല്ലാറ്റിനെയും സനാതനധർമ്മം വന്ദിക്കുന്നത്. കാരണം എല്ലാറ്റിലും ദേവി ചൈതന്യം തന്നെയാണ് ചരാചരത്തിലുള്ള, ജഗത്തിലുള്ള സകല ചരാചരങ്ങളിലും. ഇനി അന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യഭാഗം, മിഡിൽ എന്നുള്ളൊരർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ മിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നിരന്തര. അപ്പോൾ മധ്യഭാഗം ഇല്ലാത്തവൾ. അന്തരം എന്ന് പറഞ്ഞാൽ മധ്യഭാഗം. നിരന്തര, നിർവികൽപമായിട്ടുള്ള, നിർഗതമായിട്ടുള്ള അന്തരത്തോടു കൂടിയവൾ. അപ്പോൾ ദേവിക്ക് മധ്യഭാഗം ഇല്ല, മധ്യമില്ല. അപ്പോൾ ആദിയും അന്തവുമില്ല. അത് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്ന, ആദിയും അന്തവും ഇല്ലാത്തതാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് നിരന്തര എന്നുള്ള നാമം. ഇനി അടുത്ത 46 ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധി നിരീശ്വര നീരാഗാരാഗമധന നിർമ്മദാ മദനാശിനി. നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധി നിരീശ്വര നീരാഗാരാഗമധന
നിർമ്മദാമദനാശിനി. 152 മുതൽ 159 വരെയുള്ള 8 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്, 46-ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ ഓരോ ശ്ലോകത്തിൻ്റെയും ഓരോ നാമത്തിൻ്റെയും അർത്ഥം നോക്കാം. ഓം നിഷ്കാരണായേ നമ. എപ്പോഴും നമ്മൾ നാമാർച്ചന ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഒക്കെ നമ്മൾ 15 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു പൗർണമിയുടെ ദിവസമൊക്കെ നാമാർച്ചന ചെയ്യണം. കുറച്ച് പുഷ്പങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ദേവിക്ക് ഓരോ 1000 നാമങ്ങളും ഇപ്പം നിഷ്കാരണ എന്ന് പറയും, ഓം നിഷ്കാരണായേ നമ എന്ന് പറഞ്ഞ് പുഷ്പം അർച്ചിക്കുക. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് മഹാദേവിയേ നമ എന്ന് പറഞ്ഞാൽ അവർക്ക് പുഷ്പം അർപ്പിക്കാം. നിങ്ങൾക്ക് നാമം ചൊല്ലാം. ഓം നിഷ്കളങ്കായേ നമ, ഓം മഹാദേവിയേ നമ എന്ന് പറഞ്ഞ് ഓരോ പ്രാവശ്യവും അങ്ങനെ ഏറ്റു ചൊല്ലിയിട്ട് ഈ തെറ്റുകൂടാതെ അപ്പോൾ ചൊല്ലാൻ പറ്റും. വെറും മഹാദേവി അങ്ങനെ പുഷ്പാർച്ചനയും ദേവിയുടെ നാമമന്ത്രാർച്ചന നടത്തണം. ഇപ്പൊ നമ്മൾ മാലാമന്ത്രമായിട്ട് ശ്ലോക രൂപത്തിലാണ് എന്നും ജപിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നാമമന്ത്രത്തിലും ദേവിയെ ആരാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓം നിഷ്കാരണായേ നമ. അപ്പോൾ ഇവിടെ എന്താണ്? കാരണമില്ലാത്തവളാണ് ദേവി. എല്ലാറ്റിനും കാരണം ദേവി തന്നെയാണ്. കാരണങ്ങൾക്കെല്ലാം കാരണമായുള്ള കാരുണ്യ സിന്ധുവും നീയല്ലോ എന്ന് ഒരു പാട്ടിൽ കൃഷ്ണനെ പ്രകീർത്തിച്ച് പറയുന്നുണ്ട്. എല്ലാം നീയേ ശൗരേ, എനിക്കെല്ലാം നീയേ കൃഷ്ണമുരാരേ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ കാരണങ്ങൾക്കെല്ലാം കാരണം ദേവിയാണ്. അതുകൊണ്ട് കാരണം ദേവി നിഷ്കാരണ, എല്ലാറ്റിനും കാരണഭൂതയായ ദേവിക്ക് കാരണമായിട്ട് ഒന്നും തന്നെയില്ല. അപ്പോൾ ഇങ്ങനെ നമുക്കൊക്കെ ഈ നിഷ്കാരണ അല്ലെങ്കിൽ ഈ നാമങ്ങളൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് തോന്നും, പക്ഷെ ഒരു കാരണവും ഇല്ല ദേവി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ദേവി ആരാധിക്കുന്നത്? ധാരാളം എന്താ പറയുക, നമ്മളുടെ മനസ്സിൽ സംശയങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, കാരണമില്ലാത്ത ദേവി എന്ന് പറയുമ്പോൾ എന്തിനു നമ്മൾ ഉപാസിക്കണം എന്ന് നമ്മൾക്ക് തോന്നും. അപ്പോൾ ഇവിടെ യാജ്ഞവൽക്യൻ ഒരു പ്രാവശ്യം ജനകന്റെ സദസ്സില്, ജനകൻ ധാരാളം പണ്ഡിതന്മാരെ ജനകന്റെ സദസ്സിൽ എപ്പോഴും വരുമായിരുന്നു. പണ്ഡിതരുമായുള്ള ബ്രാഹ്മണന്മാരും സകലരും ഉണ്ടാവുമായിരുന്നു അവിടെ. അപ്പോൾ ഒരു പ്രാവശ്യം ജനകൻ പറഞ്ഞു അത്രേ, ആരാണ് ഇവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠനായ പണ്ഡിതൻ? അദ്ദേഹത്തിന് 1000 പശുക്കളെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു. അന്ന് പശുദാനമായിരുന്നു അന്നൊക്കെ. അപ്പോൾ ഈ 1000 പശുക്കളെ കൊണ്ടുപോകാം എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും മോഹമുണ്ട് 1000 പശുക്കളെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകണമെന്ന്. പക്ഷേ ഞാനാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന 100 പേരുണ്ടെങ്കിൽ 99 പേര് നിങ്ങളെ ചോദ്യം ചോദിച്ച് ഇരുത്തിക്കളയും. അപ്പോൾ പറയുന്നതിലും ഭേദം മിണ്ടാതിരിക്കുകയാണ്. ആരും മിണ്ടിയില്ല. അപ്പൊ പതുക്കെ യാജ്ഞവൽക്യൻ എഴുന്നേറ്റ് പറഞ്ഞു അത്ര ശിഷ്യന്മാരോട്, ശിഷ്യന്മാരെ 1000 പശുക്കളെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാനാ ശ്രേഷ്ഠൻ പണ്ഡിതനൊന്നും പറഞ്ഞില്ല. അപ്പൊ യാജ്ഞവൽക്യന് പശുക്കളിലൊന്നും ആസക്തി പാടില്ല, അത്രയും പണ്ഡിതനാണ് യാജ്ഞവൽക്യൻ. അപ്പൊ ജനകന്റെയൊക്കെ പാണ്ഡിത്യം എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. യാജ്ഞവൽക്യനും ജനകന്റെ അടുത്ത് നിന്നാണ് ഉപദേശം സിദ്ധിക്കാൻ വന്നത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറേ പേര് എണീറ്റ് ഇദ്ദേഹത്തിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അവരെയൊക്കെ നിഷ്പ്രയാസം ഇരുത്തി യാജ്ഞവൽക്യൻ. അപ്പോ മൈത്രേയി എന്ന് പറഞ്ഞിട്ട് അവിടെ ഗാർഗി എന്ന് പറഞ്ഞ് അവിടെ ഒരു പണ്ഡിതയുണ്ടായിരുന്നു. ആലോചിച്ചു നോക്കൂ, നമ്മൾ പറയാണ് സ്ത്രീകൾ പൂജിക്കാൻ പാടില്ല, സ്ത്രീകൾ നാമം ജപിക്കാൻ പാടില്ല, സ്ത്രീകൾ വേദം ഉച്ചരിക്കാൻ പാടില്ല. എന്തൊക്കെ കേട്ടിട്ടും കണ്ടിട്ടുമാണ് നമ്മൾ ഈ മെഡീവൽ പീരീഡിലൂടെ പോയിരിക്കുന്നത്. നമ്മൾക്കറിയാം, വർണ്ണത്തിനെ ജാതിയാക്കി മാറ്റി നിഷ്കരണം നമ്മൾ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് അവരുടെ വാസനകൾ ഉണ്ടായിരിക്കും. ആ വാസനകൾക്കനുസരിച്ച് ജന്മം ലഭിച്ചു കഴിഞ്ഞാൽ അവർ ആ വാസനയും അതിജീവിച്ചിട്ട് അവർ ബ്രാഹ്മണ്യം ആർജിക്കും, അതുപോലെ തന്നെ ക്ഷത്രിയ ധർമ്മം ആർജിക്കും. അവിടെയുള്ള ഒരു തിരിച്ച് ബ്രാഹ്മണ്യത്തിലുള്ള ഒരു ശൂദ്രതയെ അവരുടെ ഗുണം അതാണെങ്കിൽ കർമ്മത്തിന് അങ്ങനെ വരും. ഇതായിരുന്നു വർണ്ണം. അതിനെ ഉപേക്ഷിച്ച് നമ്മൾ ജാതിയാക്കി മാറ്റി. അതുപോലെ തന്നെ ഇത്രയും സ്ത്രീകൾക്ക് ഇത്രയും കൂടുതൽ യശസ്സും അതുപോലെ കീർത്തിയും എല്ലാം ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ. ഇവിടെയാണ് യാജ്ഞവൽക്യനോട് ചോദ്യം ചെയ്യുന്നത് ആരാണ്? ഗാർഗി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ആലോചിച്ച് നോക്കണം. കാരണം നമ്മുടെ മുനിമാരൊക്കെ വിവാഹം കഴിച്ചവരായിരുന്നു. അപ്പോൾ ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മീയ പാത തെളിഞ്ഞു കിട്ടില്ല. ജനകന്റെ ഏറ്റവും വലിയ ആത്മീയ ഗുരുവായിരുന്നു ജനകൻ. വസിഷ്ഠൻ, അദ്ദേഹം അരുന്ധതിയെ കല്യാണം കഴിച്ചിരുന്നു. 100 മക്കളുണ്ടായിരുന്നു വസിഷ്ഠൻ എന്നാ പറയുന്നത്. അതിനുശേഷം വസിഷ്ഠ ഗുഹ, നമ്മള് ഇവിടെ പോകുന്ന വഴിക്ക് എവിടെയാ
ഋഷികേശിൽ പോയി കഴിഞ്ഞാൽ 26 കിലോമീറ്റർ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വസിഷ്ഠ ഗുഹയുണ്ട്. വളരെ വിശാലമായ ഗുഹയാണ്. അവിടെ പോയിട്ട് ധ്യാനമിരിക്കുന്നത് ഗംഗയുടെ തീരത്ത്, വളരെ ഇറങ്ങി താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗംഗയാണ്. അപ്പോൾ വസിഷ്ഠ ഗുഹയിൽ വളരെ ശാന്തമായിട്ട് വിശ്വാമിത്രനുമായിട്ടുള്ള യുദ്ധത്തിൽ 100 മക്കളെയും നഷ്ടപ്പെട്ട് വളരെ ദുഃഖിതനായി ദേഹത്യാഗം ചെയ്യാൻ ഗംഗയിൽ ഇറങ്ങിയ വസിഷ്ഠന് ഗംഗ ദേവി തന്നെ ദർശനം കൊടുത്ത് പറയാണ്, നിന്റെ കർമ്മങ്ങൾ ഇതൊന്നുമല്ല, നീ പോയിട്ട് ധ്യാനത്തിലിരിക്കൂ എന്ന് പറഞ്ഞ് തിരിച്ച് ആ ഗുഹയിലേക്ക് വിടുന്നതും അവിടെയാണ് വസിഷ്ഠ ഗുഹ ഉള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും അടുത്താണ്, കേദാർനാഥിലേക്ക് പോകുന്ന പോലെ കഷ്ടപ്പാടൊന്നുമില്ല, പോയിട്ട് കാണാവുന്നതും ഒക്കെയുള്ളൂ വസിഷ്ഠ ഗുഹ. അപ്പോൾ ഇങ്ങനെ ആ വസിഷ്ഠനും ഗാർഹസ്ഥ്യം ഉള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും പത്നിയും പുത്രന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബ്രാഹ്മണ്യമോ പാണ്ഡിത്യമോ അല്ലെങ്കിൽ ബ്രഹ്മചര്യമോ ഒന്നും നഷ്ടപ്പെട്ടില്ല അതൊന്നും ചെയ്തു വെച്ചിട്ട്. അതുപോലെ നമ്മൾക്ക് ഈ ലളിതാ സഹസ്രനാമം തന്ന അഗസ്ത്യ മുനി, അദ്ദേഹത്തിന് വിവാഹം കഴിക്കണം എന്ന് തോന്നി. അദ്ദേഹത്തിന് ഏറ്റവും സുന്ദരിയായ കന്യക വേണം എന്ന് തോന്നി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ലോകത്തുള്ള എല്ലാ സൗന്ദര്യങ്ങളെയും പെറുക്കിയെടുത്ത് സമാവേശിപ്പിച്ച് ഒരു കന്യകയെ നിർമ്മിച്ചു, ബാലികയെ. എന്നിട്ട് ഒരു രാജാവിന് കൊടുത്തു പറഞ്ഞു, നിങ്ങൾ ഇവളെ വളർത്തൂ, ഇവൾക്ക് വിവാഹപ്രായമെത്തിയാൽ ഞാൻ വരും, അപ്പം എനിക്ക് വിവാഹം കഴിച്ചു തരണം എന്ന്. അപ്പോൾ അദ്ദേഹത്തിനും നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആർക്ക്? അഗസ്ത്യ മുനിക്ക്. എന്നിട്ട് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുമായിരുന്നു അത്രേ, കമണ്ഡലുവിലാക്കിയിട്ട്. അങ്ങനെ ദ്രവരൂപത്തിലുള്ള ലോപാമുദ്രയാണ് ആര്? കാവേരി നദിയായിട്ട് തട്ടിമറിഞ്ഞപ്പോൾ ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത്. ഒഴുകിപ്പോയ ദ്രവരൂപമാണ്. അപ്പോൾ അത്രയും എല്ലാവരും ഇതുപോലെ വിശ്വാമിത്രന് മേനകയിൽ ആസക്തി തോന്നി. അങ്ങനെയുണ്ടായ കന്യകയാണ് ആര്? ശകുന്തള. ആ ശകുന്തളയുടെ മകനാണ് ഭരതൻ. ഈ ഭരതൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ശ്ലോകത്തിൽ അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയും. ഭരതൻ അനാഥനാണ്, അങ്ങനെ പറയുകയാണ് വെച്ചാൽ, അല്ലേ? അടുത്ത ഒരു നാമം പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. അപ്പോൾ ഈ ലോപാമുദ്ര 8 വിധികളുണ്ട്. ദേവി ശാക്തേ പൂജയിലുള്ള അഷ്ടവിധികളിലെ ഏറ്റവും ശക്തമായ വിധി ലോപാമുദ്രയുടെ ആയിരുന്നു. ദേവിക്ക് നാമമുണ്ട് ലോപാമുദ്രാർച്ചിത. അപ്പോൾ അർച്ചന ചെയ്യാൻ സ്ത്രീക്ക് അവകാശമില്ല എന്ന് പറഞ്ഞതാണ് ലോപാമുദ്രയെ കാണുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്, നമ്മളുടെ കുബുദ്ധികൾ കാരണം സംഭവിച്ചതാണ്. സനാതന ധർമ്മത്തിൻ്റെ ഒന്നും തെറ്റല്ല ഇതെല്ലാം എന്ന് മനസ്സിലാക്കുക. നിഷ്കാരണ. അപ്പോൾ എന്ത് പറഞ്ഞു? ഗാർഗി കുറേ ചോദ്യം എല്ലാവരെയും നിശബ്ദനാക്കാൻ പറ്റി. ആർക്ക്? യാജ്ഞവൽക്യന്. ഗാർഗിയെ പെട്ടെന്നൊന്നും നിശബ്ദമാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഗാർഗി പല ചോദ്യങ്ങളും ചോദിച്ച് ബ്രഹ്മത്തിലെത്തി. എന്നിട്ട് ബ്രഹ്മത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. ബ്രഹ്മത്തിനെ പറ്റി കൂടുതൽ അതിനെ വിശദീകരിക്കാൻ പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. അവസാനം ഗാർഗി ചോദിച്ചു, ബ്രഹ്മത്തിൻ്റെ ആധാരം എന്താണെന്ന്. അത് ചോദിച്ചപ്പോൾ യാജ്ഞവൽക്യൻ പറഞ്ഞു, ഗാർഗി, യു സ്റ്റോപ്പ് നൗ. നിർത്തൂ ഗാർഗി ഇവിടെ. ഇനിയും നീ സംസാരിച്ചു കഴിഞ്ഞാൽ, ഇത് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിന്റെ തല പൊട്ടിത്തെറിച്ച് പോട്ടെ എന്ന് ഭീഷണിപ്പെടുത്തി യാജ്ഞവൽക്യൻ. ഗാർഗിക്ക് പേടിയായി. ഗാർഗി ചോദിച്ചില്ല. അപ്പോൾ നിഷ്കാരണ, ബ്രഹ്മത്തിൻ്റെയും കാരണം എന്താണ്, ആധാരം എന്താണ്? ഇന്ന് ശാസ്ത്രം നെറുകുത്തി നിൽക്കാൻ ശ്രമിച്ചിട്ടും വളരെ തിയറി കൊണ്ടുവന്നിട്ടും ബിഗ് ബാങ് തിയറി, ഇതൊന്നും പറ്റില്ല. എന്തുകൊണ്ട് പലതായി ബ്രഹ്മം? ആ ദൈവ ചൈതന്യം ഇവിടെ ഉണ്ടായിരുന്ന, ഉൽപ്പത്തിക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ചൈതന്യം എന്തുകൊണ്ട് പലതായി? എന്തുകൊണ്ട് ആ പരശിവന് പലതാകാൻ തോന്നി, അല്ലെങ്കിൽ ആ ചൈതന്യത്തിന് പലതാകാൻ തോന്നി എന്നുള്ളത് ആർക്കും പിടികിട്ടാത്ത രഹസ്യമാണ്. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞ് ഗാർഗിയെ നിർത്തുകയാണ് അവിടെ ജനകന്റെ സദസ്സിൽ. അപ്പോൾ നിഷ്കാരണ എന്ന് പറയുമ്പോൾ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണമേ ഇല്ലാത്തതാണ്. കാരണങ്ങൾക്കൊക്കെ കാരണമാണ്. അതുകൊണ്ട് ഏറ്റവും അത്യുത്തമയായിട്ടുള്ള ദേവിയാണ് എന്നാണ് വിചാരിച്ചാൽ മതി. അതുപോലെ തന്നെ ഗാർഹസ്ഥ്യമാണ് ഏറ്റവും പ്രയാസമേറിയതും. ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കർമ്മവും നിങ്ങൾക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ ഗാർഹസ്ഥ്യമാണ്. അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്നുകൂടി ഇവിടെ ഒരു സൂചന തരുന്നു. അടുത്തതാണ് 153-ാമത്തെ നാമം, നിഷ്കളങ്ക. ഇവിടെ യാതൊരു കളങ്കവും ഇല്ലാത്തതാണ്. മാലിന്യമില്ലെങ്കിൽ പിന്നെ പാപവുമില്ല, മാലിന്യവുമില്ല. അങ്ങനെയാകുമ്പോൾ ദേവിക്ക് കളങ്കമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ദേവി ഒരു കളങ്കവും ഇല്ലാത്തതാണ്. നമ്മൾ നേരത്തെ കണ്ടു, ദേവിക്ക് കന്മഷങ്ങളില്ല.
ദേവിക്ക് യാതൊരുവിധ പാപങ്ങളുമില്ല എന്നൊക്കെ കണ്ടു നമ്മൾ. അപ്പോൾ ദേവി നിഷ്കളങ്കയാണ്. കളങ്കം എന്ന് പറഞ്ഞാൽ പാപമാണ്. പാപം തൊട്ടു തീണ്ടാത്തവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം നിഷ്കളങ്ക. ഓം നിഷ്കളങ്കായേ നമ എന്ന് പറഞ്ഞ് ആരാധിക്കുക. ഇവിടെ ഭക്തന്മാരുടെ കളങ്കത്തെ പല കാര്യങ്ങളും ചെയ്ത് ഈ ലോകത്തിൽ ഇങ്ങനെ പിരണ്ടു പോയിട്ട് കളങ്കം പറ്റിയിട്ടുള്ള നമ്മുടെയൊക്കെ കളങ്കങ്ങളെ മാറ്റാനുള്ള കഴിവ് പോലും ദേവിക്കുണ്ട്. അതുകൊണ്ടും ദേവി നിഷ്കളങ്കയാണ് എന്ന് നമുക്കിവിടെ പറയാം. 154 നാമം 46 ശ്ലോകത്തിലെ നിരുപാധി, നിരുപാധിഹി, നിരുപാധിർ എന്ന് പറയും ചൊല്ലുമ്പോൾ. അല്ലാത്ത പക്ഷം നിരുപാധി. അപ്പോൾ നിരുപാധി ഒരു ഉപാധികളും ഇല്ലാത്തവളാണ് ആര്? ദേവി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിന് പകരം മറ്റൊന്ന്, റീപ്ലേസ്മെന്റ് ഇല്ല ദേവിക്ക്. ഒന്നിന് പകരം മറ്റൊന്നായി വെക്കാൻ ദേവി ഇല്ല. നമ്മൾ പല ഉപമകളും ദേവിയെ പറ്റി ചെയ്തെങ്കിലും അതൊക്കെ നമ്മുടെ അജ്ഞാനത്തിൽ നിന്നും നമ്മളുടെ ബുദ്ധിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അതിലൊക്കെ വലുതാണ് ദേവി. അതുകൊണ്ട് ദേവി ആരാണ്? നിരുപാധി, ഒരു ഉപാധിയും ഇല്ലാത്തതാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ദേവിയുടെ നാമം നിരുപാധി. ഇനി 155 നാമം നിരീശ്വര, 46 ശ്ലോകം തന്നെയാണ്. നിരീശ്വര. അപ്പോ ദേവി നിരീശ്വരവാദിയാണോ എന്നായിരിക്കും. അങ്ങനെയല്ല. നിരീശ്വര എന്ന് പറഞ്ഞാൽ തനിക്ക് ഈശ്വരനായിട്ട് ആരുമില്ല. നമുക്കറിയാം, മഹാവിഷ്ണു ആണെങ്കിലും ശിവനാണെങ്കിലും ശക്തിയാണെങ്കിലും എല്ലാം ബ്രഹ്മമാണ്. സർവം ബ്രഹ്മമയം എന്നാണ് പറയുക. അപ്പോ ആ ബ്രഹ്മത്തിന് പിന്നെയും ഈശ്വരനായിട്ട് ആരുമില്ല. ഈ പ്രപഞ്ചം തന്നെ ദേവിയാണ് പരിണമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദേവിക്ക് ഈശ്വരനായിട്ട് ആരുമില്ല. അപ്പോൾ നാഥൻ ഇല്ലാത്തവളാണ് ദേവി. ദേവി നാഥൻ ഇല്ലാത്തവളാണ്. അപ്പോൾ ദേവി ആരാണ്? അനാഥയാണ് ദേവി. ഇവിടെ അനാഥൻ എന്ന് ഭാരതത്തിൽ പറയുമ്പോൾ ആ നാമത്തിന് ഈ പറയുന്ന ഓർഫൻ എന്നുള്ള ഫീലിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ പറഞ്ഞത്രേ, അനാഥാലയങ്ങളില്ലാത്ത നാട് എങ്ങനെയാ വളരുന്നത് എന്ന്. അപ്പോൾ ഈ നാട്ടില് അനാഥരായി ആരെങ്കിലും ജനിച്ചു പോയി കഴിഞ്ഞാൽ അവരൊക്കെ സംരക്ഷിക്കാനുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു ഇവിടെ. അവരെ ഒരിക്കലും അനാഥനാണ് എന്ന് പറഞ്ഞ് ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി ഇടുമായിരുന്നില്ല. അപ്പോ അനാഥൻ എന്ന ശിവന്റെ നാമമാണ്. ഒരു ഉപാസനാക്രമത്തില് ആ മന്ത്രജപം ചെയ്ത് ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ അനാഥൻ എന്ന് ജപിച്ചിട്ടാണ് ചെയ്യുക. ഇവൻ ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്? ഞാൻ അക്ഷരങ്ങളിൽ ഞാൻ അകാരമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോ നാഥൻ, അനാഥൻ, സാക്ഷാൽ കൃഷ്ണൻ മഹാവിഷ്ണുവാണ് അനാഥന്റെ നാഥൻ. അതായിരുന്നു നമ്മുടെ സങ്കല്പം. ഇവിടെ നമ്മൾ വീണ്ടും നമ്മൾ പറഞ്ഞ കഥയിലേക്ക് വരികയാണ്. വിശ്വാമിത്രൻ മേനകയിൽ ആകൃഷ്ടനായിട്ട് ശകുന്തള ജനിച്ചു. ശകുന്തള കണ്ണുവിന്റെ ആശ്രമത്തിലാണ് വളർന്നത്, അല്ലെ? ആ കണ്ണു ആശ്രമത്തിൽ വളർന്ന ശകുന്തളയ്ക്ക് വീണ്ടും ഒരു ബന്ധമുണ്ടായിട്ട് ശകുന്തളയ്ക്ക് വീണ്ടും ഒരു പുത്രൻ ജനിക്കുന്നു. ആ പുത്രൻ ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനാഥയുടെ മകനാണ്. അപ്പൊ അനാഥൻ തന്നെയാണ്. ആ പുത്രനാണ് ഭരതൻ. ആ ഭരതന്റെ പേരിലാണ് ഈ ഭാരത വർഷം അറിയപ്പെടുന്നത് തന്നെ. ഏറ്റവും ഉത്തമനായ രാജാവായിരുന്നു. അപ്പോ ഒരു അനാഥരിൽ നിന്നാണ് ഈ ഭാരതം തന്നെ ഉണ്ടായിട്ടുള്ളത്. സനാതന ധർമ്മത്തിന്റെ കളിത്തൊട്ടിലായിട്ടുള്ള ഈ ഭാരതം ഒരു അനാഥനിൽ നിന്ന് വന്നതാണ്. അപ്പൊ നമ്മുടെ അനാഥൻ എന്ന് പറയുന്ന ആ ഒരു സൃഷ്ടി, ഒരു സിസ്റ്റം പോലും എത്രയോ വലുതായിരുന്നു എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന്റെ ധർമ്മബോധം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് 9 മക്കളുണ്ടായിരുന്നു ഭരതന്. പക്ഷെ ഭരതൻ ആരെയാണ് രാജ്യഭാരം ഏൽപ്പിച്ചത് വയസ്സായപ്പോ? ഭരദ്വാജ മുനിയുടെ പുത്രനെയാണ് കൊടുത്തത്. അപ്പൊ എവിടെയായിരുന്നു ചാതുർവർണ്ണ്യം? എവിടെയാ ജാതി? വിശ്വാമിത്രൻ ക്ഷത്രിയൻ നിന്നും ബ്രഹ്മർഷിയായി. മേനക ദേവകന്യകയാണ്. നമ്മളുടെ 4 ചാതുർവർണ്ണ്യത്തിലും പെടാത്തവളാണ്. അവരുടെ പുത്രിയായി അനാഥയായ ആശ്രമത്തിൽ വളർന്നു. അതിനുശേഷം ദുഷ്യന്ത മഹാരാജാവിന് പിറന്ന മകനാണ് ഭരതൻ. ആ ഭരതൻ തൻ്റെ മക്കൾക്കൊന്നും രാജ്യഭാരം കൊടുക്കാതെ, ശകുന്തള ചോദിക്കുന്നുണ്ട്, നിന്റെ മക്കളെ നിനക്ക് ഓർമ്മ വന്നില്ലേ ഭരത എന്ന്. അപ്പൊ പറയാണ്, അമ്മേ, എനിക്ക് പ്രജകളെല്ലാം മക്കളാണ്. അപ്പോ അവരുടെ ഏറ്റവും നന്നായി അവരെ ഭരിക്കാൻ ആർക്കാണ് കഴിവ്? അവരെ എനിക്ക് കണ്ടുപിടിക്കണം. അവിടെ എനിക്ക് സ്വാർത്ഥബോധം പാടില്ല. രാജാവാണ് ഞാൻ. എനിക്ക് രാജ്യത്തിന്റെ രാജധർമ്മം പാലിക്കണം എന്ന് പറഞ്ഞ് ഭരദ്വാജ മുനിയുടെ മകനായിട്ടുള്ള ആരാണ് അദ്ദേഹത്തിന്റെ പുത്രൻ? ഭൂമന്യു എന്ന് പറയുന്ന ഭരദ്വാജന്റെ മകനെയാണ്, മഹർഷിയുടെ മകനെയാണ് ക്ഷത്രിയനായിട്ട്
ആസനത്തിൽ ഇരുത്തുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്കറിയണം. ഫേസ്ബുക്കിലത്തെ ഓരോ പോസ്റ്റ് കണ്ട് നമ്മൾ മിണ്ടാതെ ആത്മരോഷം കടിച്ചമർത്തി ഓടിപ്പോകുന്ന നമ്മൾക്ക് അതിന് ഇതേ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇത് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ സനാതന ധർമ്മത്തിന് ഒരു ചലനം കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണത്. അപ്പോൾ അങ്ങനെ ഭരതന് കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സനാതനാണ് ദേവി, നിരീശ്വരയാണ് എന്ന് പറഞ്ഞാൽ ദേവിക്ക് ഈശ്വരന്മാരാരുമില്ല, ദേവി അനാഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി തന്നെ നാഥയാണ് സകല ജഗത്തിനും, ദേവി തന്നെ ഈശ്വരിയാണ് സകല ജഗത്തിനും. ശിവന്റെ നാഥനാണ് ദേവി, അല്ലെങ്കിൽ ശിവൻ തന്നെ ദേവിയാണ്, ദേവി തന്നെ ശിവനാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്ത 156 നാമമാണ് നീരാഗ. നീരാഗ എന്ന് പറഞ്ഞാൽ ഇവിടെ നിർഗതമായ രാഗത്തോടു കൂടിയവൾ. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടു രാഗം എന്താണെന്നും ദ്വേഷം എന്താണെന്നും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ രാഗം എന്ന് പറഞ്ഞാൽ പൊതുവെ കാമം തന്നെയാണ് രാഗം. അപ്പോൾ കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ഇച്ഛ, ഈ നാമങ്ങളൊക്കെ രാഗത്തിനുണ്ട്. അപ്പോൾ ഈ ഒരു കാമങ്ങളും ഒരു കാമനകളും ഒരു ഇച്ഛകളും ഒന്നുമില്ലാത്തതാണ് ദേവി. അതിൽ നിന്നൊക്കെ മുക്തയായവളാണ്, നിർഗതയായവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം നീരാഗ. ഇനി മറ്റൊരു നാമം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നീർ എന്നും അതുപോലെ തന്നെ അകം എന്നും ഇതിനെ നമ്മൾ രണ്ടാക്കി മാറ്റുക എന്നറിയാം. നീരാഗ, നീർ, അകം. നീർ എന്ന് പറഞ്ഞാൽ ജലം, എല്ലാവർക്കും അറിയാം. അകം എന്ന് പറഞ്ഞാൽ അഗസ്ത്യൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അകം എന്നൊക്കെ പറയുന്നതിന് മുന്നേ ആളുകളുടെ മനസ്സിൽ എല്ലാവർക്കും ഓർമ്മ വന്നു അകം എന്ന് പറഞ്ഞാൽ പർവ്വതമാണെന്ന്. അപ്പോൾ അകം എന്ന് പറഞ്ഞാൽ പർവ്വതം, നീര് എന്ന് പറഞ്ഞാൽ ജലം. അപ്പൊ ജലവും പർവ്വതവും കുന്നും മലകളും ജലവും ഉള്ളത് എന്താണ്? ഭൂമി. അപ്പൊ ദേവി ആരാണ്? ഈ ഭൂമി ദേവി തന്നെയാണ് ഈ ദേവി. പാർവതി തന്നെയാണ് ഈ ദേവി. അപ്പോ ഇവിടെ ഈ ദേവി തന്നെ ഈ മലകളും പുഴകളും ആയതിനാലാണ് എല്ലാ മലകളെയും പുഴകളെയും നമ്മൾ ദേവിയാണെന്ന് കരുതി ആരാധിക്കുന്നത്. ഈ സൃഷ്ടിയുടെ തന്നെ ഈ മലകളും ഈ ഭൂമിയും ജലവുമാണ് ഈ സൃഷ്ടിയുടെ തന്നെ, അതിനോട് കൂടെ നിൽക്കുന്ന വായുവും. ഇതാണ് ഈ സൃഷ്ടിയുടെ തന്നെ നിലനിൽപ്പിന് ആധാരം. അപ്പോൾ ഇവിടെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എപ്പോഴും പറയും ഒരു സമുദ്രവസനേ ദേവി, എന്താണ്, പർവ്വതസ്തന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഇത് പറഞ്ഞിട്ടാണ് രാവിലെ കണ്ണു തുറക്കുമ്പോഴും അതുപോലെ കാല് വയ്ക്കുമ്പോഴും ഒക്കെ ചൊല്ലാനുള്ള നാമം. 32 അക്ഷരങ്ങളുള്ള ഈ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ എൻവയോൺമെന്റിസ്റ്റുകളുടെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഈ മലകളും ഈ പുഴകളുമൊക്കെ ആ ഭൂമിയിൽ സ്പർശിക്കുന്നത് പോലും പാപമാണ് ദേവി. ഞാൻ രാവിലെ ഉണർന്ന് എൻ്റെ പ്രജ്ഞയിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ നിന്നെ ചവിട്ടുന്നു, എന്നെ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഭാവം നിങ്ങൾ മക്കളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഈ നദികളെയും ഈ പർവ്വതങ്ങളെയും ഒക്കെ സംരക്ഷിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോൾ ഇതെല്ലാം ഓസോൺ ലെയർ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പാശ്ചാത്യർ വന്നാൽ മാത്രമേ നമ്മൾക്ക് ഇതിനൊക്കെ ഒരു ബോധമുള്ളൂ. അവർ പറയും പിന്നെ ആദ്യം നമ്മൾ സർപ്പക്കാവുകൾ തീണ്ടിക്കഴിഞ്ഞാൽ സന്താനനാശം ഉണ്ടാവും, അല്ലെങ്കിൽ സന്താന ലബ്ധി ഉണ്ടാവില്ല എന്നൊക്കെ പറയും, വംശനാശം വരുമെന്നൊക്കെ. സർപ്പക്കാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്രാമങ്ങളിലൊക്കെ അതിനടുത്ത് തന്നെ ഒരു കുളം ഉണ്ടായിരിക്കും, ധാരാളം മരങ്ങൾ, അതിൻ്റെ എല്ലാം ഇലകൾ വീണ് ജീർണിച്ച് എത്ര മഴ പെയ്യുന്നുവോ അതെല്ലാം ഭൂമിയിൽ തന്നെ സ്പോഞ്ച് പോലെ ഇറങ്ങിപ്പോവും, മണ്ണൊലിച്ചു പോവില്ല എവിടെയും. അങ്ങനെ അത് വേനൽക്കാലമാകുമ്പോൾ അടുത്തുള്ള തടാകത്തിലോ കുളത്തിലോ വന്ന് നിറയും. ആ ഗ്രാമവാസികളൊക്കെ അവിടുന്ന് വെള്ളം കുടിക്കും, കിണറും കുളമൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെയായിരുന്നു ഇത്. ഇതാണ് പറഞ്ഞത്, ഇത് നശിപ്പിക്കരുത്, ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞ് എൻവയോൺമെന്റലിസ്റ്റുകൾ വരും. കാരണം എന്താ വെച്ചാൽ ഇത് തന്നെയാണ്, വെള്ളമില്ല, ദാരിദ്ര്യം വരും. വെള്ളമില്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള പോഷകങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ ഇഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മക്കളും അല്ലെങ്കിൽ മക്കളുണ്ടാവും, കുട്ടികൾ ഉണ്ടാവാതിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ തത്വങ്ങൾ. അതുകൊണ്ട് ജീവനെ നിലനിർത്തണമെങ്കിൽ നമ്മൾ മാത്രം പോരാ. ഇവിടെയുള്ള എല്ലാ ജീവികളും പുഴകളും മലകളും എല്ലാം വേണം. കാരണം ആ ദേവിയുടെ തന്നെ കർമ്മങ്ങളെ കൊണ്ട് ആയി മാറിയതാണ് ജീവികളും. അപ്പോൾ നമ്മളെ വളരെ ഉപദ്രവിക്കുന്ന തരത്തിലല്ലാത്ത ഒന്നിനെയും കൊല്ലുന്ന ആവശ്യം നമ്മൾക്കില്ല. ആവശ്യം വരുമ്പോൾ മാത്രമേയാണ് എന്തിനെങ്കിലും ഉപദ്രവിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് കരുതുക. നമ്മൾക്ക് അത്രയും
പ്രശ്നമുണ്ടാക്കാത്ത ഒരു സാധനത്തിന് നമ്മൾക്ക് കൊല്ലേണ്ട ആവശ്യമില്ല. കാരണം അതിനെയും ദേവി സൃഷ്ടിച്ചു വിട്ടതാണ്. അപ്പോൾ നമ്മുടെ കാരണം കൊണ്ട് തന്നെയാണ് പല കീടങ്ങളും നമ്മളെ ഉപദ്രവിക്കാൻ ഇന്ന് ജനിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കർമ്മം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അശുദ്ധമാക്കുമ്പോൾ കൊതുക് കൂടും, ശുദ്ധമായി കഴിഞ്ഞാൽ കൊതുക് ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ കർമ്മങ്ങൾ തന്നെ നമ്മൾക്ക് വരും. പിന്നെയും നമ്മൾ അവയെല്ലാം കൊന്ന് വീണ്ടും നമ്മൾ അതിൻ്റെയൊക്കെ പാപങ്ങൾ ആർജിക്കും. അപ്പം ഇങ്ങനെയുള്ള ഈ ചക്രത്തിൽ കുടുങ്ങാതിരിക്കുക. അതുകൊണ്ട് നീരാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാമത്തില് ഈ ദേവി തന്നെയാണ് പ്രപഞ്ചം നിലനിർത്തുന്നത് എന്ന് കൂടി വരുന്നു. 46 ശ്ലോകത്തിലെ 157 നാമം രാഗമഥന അല്ലെങ്കിൽ രാഗമഥനി, രണ്ട് പേരുകളുണ്ട്. അപ്പോൾ നീരാഗ, രാഗമഥന. അപ്പോൾ ഇതെല്ലാം നീരാഗ, രാഗമഥന ഒരുമിച്ചാണ് അതിന് വരുന്നത്. രാഗത്തെ മഥിക്കുന്നവൾ. അപ്പോൾ ഭക്തന്മാരുടെ മനസ്സില് ഇപ്പൊ നേരത്തെ ആ രാഗം എന്ന് നമ്മൾ പറഞ്ഞു, കാമം ഒക്കെ ഉണ്ടാവുന്നത് അതിനെ നശിപ്പിച്ച് ശുദ്ധബുദ്ധി കൊടുക്കുന്നവളാണ് ദേവി. സദ്ബുദ്ധി കൊടുക്കുന്നതാണ്. ശുദ്ധ സാത്വിക ഭാവം ഭക്തരിൽ ഉണർത്തുന്നവളാണ് ദേവി. പാപം ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാവും, എങ്ങനെയെങ്കിലും പിന്നെ നമ്മൾക്ക് ഇതിൽ നിന്നും മുക്തി നേടണം, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കണം എന്നുള്ള ആ ഒരു ബോധമെങ്കിലും നമ്മിൽ ഉണർത്തുന്നത് ആ ദേവിയാണ്. രാഗമഥനിയായിട്ടുള്ള അല്ലെങ്കിൽ രാഗമഥനയായിട്ടുള്ള ദേവിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ രാഗമഥന എന്ന് പറയുമ്പോഴും നിർമ്മത എന്ന് പറയുമ്പോഴൊക്കെ ആ ദായൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ 157 നാമം രാഗമഥന അല്ലെങ്കിൽ രാഗമഥനി. 158 നാമമാണ് നിർമ്മത. അപ്പോൾ നിർമ്മത, മതം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നുള്ളതാണ്. അപ്പോൾ ഒരു അഹങ്കാരവും ഇല്ലാത്തവളാണ് ദേവി, അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്താണ് അഹങ്കാരം വരാൻ കാരണം? നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെയാണ് സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമ്മൾക്ക് അഹങ്കാരം വരുന്നത്. അപ്പോൾ ആ അഹങ്കാരത്തെ നശിപ്പിക്കാൻ ദേവിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമക്രോധ ലോഭ മോഹങ്ങളെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ആർജിക്കുമ്പോൾ അതിലുള്ള അഹങ്കാരമാണ് നമ്മളെ ഈ മതം ആയി മാറുന്നത്. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇതിനെ കുറച്ച് 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 സാധന ചെയ്ത് ഈ മതത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ പതുക്കെ പതുക്കെ തിരിച്ചറിഞ്ഞ് അതിനെ കുറച്ചു വരും. അങ്ങനെ നമ്മളുടെ ആ ജീവിതത്തിൻ്റെ ആ ഗതി ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമ്മളുടെ ആ ഉള്ളിലുള്ള ചൈതന്യവും ഉണർന്നുകൊണ്ടേ വരുമെന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾക്ക് എന്തുണ്ടാവും? ആത്മസാക്ഷാത്കാരം വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആത്മസാക്ഷാത്കാരം എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ശുദ്ധ വിഡ്ഢിത്തരമാണ്, ഇതെല്ലാം നിങ്ങളെ മെറ്റീരിയലിസ്റ്റിക് വേൾഡിലെല്ലാം അച്ചീവ് ചെയ്യണം, അതാണ് വേണ്ടത് എന്നാണ് പണ്ടൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഒരു എബ്രഹാം മാസ്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എബ്രഹാം മാസ്ലോ എന്ന് പറഞ്ഞ് ഒരു തത്വചിന്തകൻ എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഒരു ഗവേഷകൻ എന്ന് പറഞ്ഞോളൂ, അദ്ദേഹത്തെ തത്വചിന്തകനല്ല. അദ്ദേഹം പറഞ്ഞു, ഒരു പുരുഷന്, നമ്മൾ പുരുഷാർത്ഥം എന്നൊക്കെ എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് 4 കാര്യങ്ങൾ പ്രാഥമികമായിട്ട് അദ്ദേഹം അച്ചീവ് ചെയ്യണം എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും. 5-മത്തെ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ എബ്രഹാം മാസ്ലോ പറയാണ്, ആദ്യം വേണ്ടത് തൻ്റെ ഫിസിയോളജിക്കൽ നീഡ്സ്, ശാരീരികമായിട്ടുള്ള എല്ലാ, ഭക്ഷണം വേണം, വസ്ത്രം വേണം, ഇതൊക്കെ വേണം. അതാണ് ശാരീരികമായിട്ടുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യന് വൃത്തിയായി വേണം എന്നുള്ളതാണ് ആദ്യത്തെ ഉള്ള ആവശ്യം ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ സേഫ്റ്റി നീഡ്സ് ആണ്, സുരക്ഷിതത്വ ബോധം. എൻ്റെ മക്കളെ, എൻ്റെ വീട്, ഞാൻ താമസിക്കുന്ന സ്ഥലം, ഇതൊക്കെ സുരക്ഷിതമായിരിക്കണം. അപ്പോൾ സുരക്ഷിതാവസ്ഥ വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതിനുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുന്നതാണെങ്കിൽ ചെയ്യും, ബാക്കിയുള്ളതൊക്കെ ഗവൺമെൻറ്റിനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കും. രണ്ടാമത്തത് വേണ്ടതാണ് സേഫ്റ്റി നീഡ്സ്. അപ്പോൾ ഫസ്റ്റ് വേണം തൻ്റെ ഫിസിയോളജിക്കൽ നീഡ്സ്, രണ്ടാമത് സേഫ്റ്റി നീഡ്സ്, മൂന്നാമത് സോഷ്യൽ നീഡ്സ്. അപ്പോൾ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നല്ലൊരു ജോലി വേണം. ജോലി ഉണ്ടായതിനു ശേഷം എനിക്ക് എന്ത് വേണം? അടുത്തത് ഒരു എസ്റ്റീം വേണം. നാലാമത്തത് സെൽഫ് എസ്റ്റീം. എനിക്ക് സംതൃപ്തി കിട്ടുന്ന പോലെ എനിക്കൊരു പൊസിഷൻ വേണം, എന്നെ 4 ആളുകളൊക്കെ അംഗീകരിക്കണം, അല്ലേ? അതുകൊണ്ടാണ് പലരും പല കാര്യങ്ങളും സമൂഹത്തിൽ നന്നായിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്ത ആളുകളൊക്കെ ഓരോ സ്ഥാനത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓരോ സ്ഥാനത്ത്? കാരണം അവർക്ക് ആ കാര്യം നടത്താനുള്ള കഴിവുണ്ടെന്ന് 4 പേര് പറയണം, അവർക്ക് നടത്തി കൊടുക്കണം. അപ്പോൾ ആ സെൽഫ് എസ്റ്റീം വേണം. ശരിയാണ്, ഇതെല്ലാം പടിപടിയായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഉയർച്ചയാണിത് കാണിക്കുന്നത്. ഇനി 5-മത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയായി നമ്മൾ പറഞ്ഞു, ഗൃഹസ്ഥന് വന്നിട്ടുള്ള എല്ലാം കഴിഞ്ഞു. ഇനി എന്താ പറയുന്നത്? സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാ പറയുന്നത്. സെൽഫ്
ആക്ച്വലൈസേഷൻ. എന്നിട്ട് അദ്ദേഹം അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഫുൾഫിൽമെന്റ് ഓഫ് ഇന്നർ ക്വഞ്ച്. സ്പിരിച്വൽ എന്ന് പറയുന്നില്ല, ഫുൾഫിൽമെന്റ് ഓഫ് ഇന്നർ ക്വഞ്ച്. തന്നെ അകത്തുള്ള എന്തോ ഒരു സാധനം അതിനെ നിറയ്ക്കുക. ഇത് തന്നെയാണ് ആത്മജ്ഞാനം. ഞാൻ എന്താണെന്ന് അന്വേഷിച്ച് അത് കണ്ടെത്തുമ്പോഴാണ് വരുന്ന സംതൃപ്തിയാണ് ഫുൾഫിൽമെന്റ് ഓഫ് ഇന്നർ ക്വഞ്ച്. അപ്പൊ അത് പൊസിഷൻ അല്ല, അത് പാർപ്പിടമല്ല, അത് വസ്ത്രമല്ല, അത് ഭാര്യയല്ല, അത് ഒന്നുമല്ല, അത് പദവിയല്ല, പണമല്ല, പിന്നെന്താണത്? അതാണ് ആത്മജ്ഞാനം. അതിനാണ് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ വെള്ളക്കാർ പറഞ്ഞാലെങ്കിലും നമ്മൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? അഹങ്കാരം വരുന്നത് ഓർത്ത് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ എത്ര ഗംഭീരമായിട്ടാണ് ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആകാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ഓങ്കാരമായിട്ടുള്ള ശുദ്ധബ്രഹ്മം മൂന്നായി പിരിഞ്ഞു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞോ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബധം ഉണ്ടാവതല്ല മമ. പണ്ടേ കണക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം പോലെ ആ ഒന്നായിട്ട് തന്നെ തോന്നാൻ എന്നെ കൽപ്പില്ലവളാക്കണേ എന്നാണ് ഹരിനാരായണ. ഇനി മൂന്നാമത്തെ നാമം വളരെ ശ്രദ്ധിച്ചിട്ടാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. എന്താണത്? ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായി വരേണമിഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അപ്പോൾ അഹങ്കാരമാണ് ഇവിടെ ഉണ്ടാവരുത്. അത് തോന്നിക്കഴിഞ്ഞാലും തോന്നുന്നാൽ ഞാൻ അഖിലം ആണ് ഞാൻ എന്ന് തോന്നിക്കണേ എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ നിർമ്മത, അഹങ്കാരമില്ലാത്ത നമ്മൾക്ക് അതിലേക്കുള്ള ആ ഒരു ചലനമാണ് ഇവിടെ നിർമ്മത എന്ന് പറയുന്ന ദേവി. മതനാശിനി എന്നുള്ളതാണ് 159 നാമം. ഇപ്പൊ നിർമ്മത എന്നുള്ള നാമം മനസ്സിലാക്കി കഴിഞ്ഞാൽ മതനാശിനി എന്നുള്ള നാമം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാ മതങ്ങളെയും എല്ലാ അഹങ്കാരങ്ങളെയും നശിപ്പിക്കുന്നവളാണ് ദേവി. എത്ര ഗർവിഷ്ഠനും ദേവിയോട് അടുത്താൽ പതുക്കെ 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 അത് മാറും. മറ്റൊരു നാമം പറയുമ്പോൾ വീണ്ടും നമ്മൾ വിശദമാക്കും, ഇന്ന് പറ്റുമെന്നറിയില്ല. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വരുന്നത് നമ്മൾക്ക് എന്നറിയുന്നത് എങ്ങനെയാണല്ലോ. അപ്പോൾ മതം നശിപ്പിക്കുന്നവളാണ് ദേവി, നമ്മുടെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി. പതുക്കെ പതുക്കെ നമ്മളിലുള്ള എല്ലാ നമ്മൾക്ക് അറിയാതെ തന്നെ ആ ഗുണങ്ങളൊക്കെ പതുക്കെ പതുക്കെ വിട്ടുപോകും. അതാണ് ദേവിയുടെ ഉള്ള കാരണം. അപ്പോൾ ദേവിയുടെ നിങ്ങൾക്ക് അഹങ്കാരം തോന്നുന്നുണ്ടെങ്കിൽ ഈ വരുന്ന നാമങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു നാമം മാത്രമല്ല, ആ നാമങ്ങളൊക്കെ ഞാൻ പറയും. അഹങ്കാരം തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് നർമ്മദാ മമതാഹന്ത്രി, ക്രോധം നിഷ്ക്രോധ, ക്രോധശമനി. അപ്പോൾ ഒക്കെ ലളിതാ സഹസ്രനാമം ചൊല്ലിയതിന് ശേഷം 108 പ്രാവശ്യം ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ചൊല്ലിക്കോളൂ ഓം ക്രോധശമനിയായേ നമ, ഓം ക്രോധശമനിയായേ നമ. അതുപോലെ അഹങ്കാരം തോന്നുന്നുണ്ടെങ്കിൽ ഓം മതനാശിന്യേ നമ. ഇത് 108 പ്രാവശ്യം നിദാനം ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടെങ്കിലും പാപനാശിനിയേ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നശിച്ചു പോകും എന്നുള്ള സംശയമില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ ആ കാര്യങ്ങളിൽ നിന്നും വിമുക്തനാവാൻ, പിന്നെ അത് ചെയ്യാതിരിക്കാനുള്ള ആ കരുത്ത് നമ്മൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ പലതരത്തിലുള്ള എന്താ പറയുക, ക്രോധം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും 15 മിനിറ്റ് ഒരു കവിള് വെള്ളം കുടിച്ചിരിക്കൂ, അത് കഴിഞ്ഞാൽ 1 മുതൽ 25 വരെ എണ്ണൂ, കുറച്ചു നേരമൊക്കെ ക്രോധം ശമിച്ചു എന്ന് വരും, പിന്നെയും വീണ്ടും ആ ക്രോധം വരും. പക്ഷേ നമുക്കത് നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കണമെങ്കിൽ ഈ നാമങ്ങൾ വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ ഏത് ദുഷ്ഗുണമാണ് ഇനി ഉള്ളത് വെച്ചാൽ ആ നാമം 108 പ്രാവശ്യം ജപിച്ചോളൂ എന്നും ലളിതാ സഹസ്രനാമം ചൊല്ലിയതിനു ശേഷം ഗ്യാരണ്ടിയാണ് നമ്മളുടെ ആ ഗുണത്തിൽ നിന്ന്, ആ ഗുണദോഷത്തിൽ നിന്നും നമ്മളെ ദേവി രക്ഷപ്പെടുത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മതനാശിനിയെ നമ. ഇനി മദന അശിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ മദനൻ എന്ന് പറഞ്ഞാൽ കാമദേവനാണ്, അശിനി എന്ന് പറഞ്ഞാൽ വിഴുങ്ങുന്നവളാണ്. അപ്പൊ കാമത്തെ മുഴുവൻ വിഴുങ്ങുന്നവളാണ് ദേവി എന്നും കൂടി മതനാശിനി എന്നുള്ള നാമത്തിന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം കൽപ്പിക്കാം. അങ്ങനെ നമ്മൾ 46-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 47-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാ മമദാഹന്ത്രി നിഷ്പാപാ പാപനാശിനി. നിശ്ചിന്ത നിരഹങ്കാര
നിർമോഹാ മോഹനാശിനി നിർമ്മമാ മമതാഹന്ത്രി നിഷ്പാപാ പാപനാശിനി. ഇവിടെ 160 മുതൽ 167 വരെയുള്ള 8 നാമങ്ങളാണ്. മോസ്റ്റ്ലി 4 അക്ഷരങ്ങളുള്ള നാമങ്ങളാണ്. അപ്പൊ നാമങ്ങൾ കൂടുതൽ കവറാവും 47ാമത്തെ ശ്ലോകത്തിൽ. അപ്പൊ 160ാമത്തെ നാമമാണ് നിശ്ചിന്ത. അപ്പൊ നമുക്കറിയാം ദേവിക്ക് ഒരു ചിന്തയുമില്ല. ദേവി എപ്പോഴും വളരെ എന്താ പറയുക, നിർമ്മല ബോധത്തോടു കൂടി ഇരിക്കുന്നവളാണ്. അതുകൊണ്ട് ഒരു ചിന്തയുമില്ല. ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മകളാണ് ശരിക്കും. അപ്പോൾ ചിന്തകള് എപ്പോഴും ചിന്ത എങ്ങനത്താണ് വരുന്നത്? നമുക്ക് ദുഃഖകരമായിട്ടുള്ള ചിന്തകളായിരിക്കും. ചിന്ത എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറയും ചിന്താ തോ ചിതാ ഹേ എന്ന് പറയും. ആര്? നമ്മളിവിടെയൊക്കെ ഗുജറാത്തിലും അതുപോലെ ഹിന്ദി ഭാഷകളിലൊക്കെ ചിന്താ തോ ചിതാ ഹേ, ചിതാ സമാൻ ഹേ ചിന്ത എന്ന് പറയും. ഇതിനൊരു ശ്ലോകമുണ്ട്. ചിന്താ ചിതാ സമാജ്ഞേയ ചിന്താ വൈ ബിന്ദുനാദിക ചിതാ ദഹതി നിർജീവം ചിന്താ ദഹതി ജീവിതം. കണ്ടോ? ചിന്താ ചിതാ സമാജ്ഞേയ, ചിന്തയും ചിതയും ഒരേപോലെയാണ്. എങ്ങനെ? ചിന്താ വൈ ബിന്ദുനാധിക, ഒരു ബിന്ദു, ഒരു മുറുക്കം എന്ന് പറയും നമ്മൾ മലയാളത്തില്. ചീ എന്ന് എഴുതിയിട്ട് ഒരു മുറുക്കം ഇട്ട് കഴിഞ്ഞാൽ ചിതായി മാറും ചിന്ത, അല്ലെ? മുറുക്കം മാറ്റിക്കഴിഞ്ഞാൽ ചിതയില് ഒരു മുറുക്കം ഇട്ടാൽ ചിന്തയാവും. ചിന്തയിൽ നിന്ന് ഒരു മുറുക്കം മാറ്റിക്കഴിഞ്ഞാൽ ചിതയായി മാറും. അപ്പോ ചിന്തയില് എത്രയേ ഉള്ളൂ? ഒരു മുറുക്കം ഇടുക, അത്രയേ ഉള്ളൂ, ഒരു വിസർഗം ഇടുക. ഇനിയോ ചിന്താ ദഹതി നിർജീവം, ചിതാ ദഹതി നിർജീവം, ചിത നിർജീവമായിട്ടുള്ള അതിനെ ദഹിപ്പിച്ചു കളയും. പക്ഷെ ചിന്തയോ ചിന്താ ദഹതി ജീവിതം, ഈ ജീവിതത്തെ തന്നെ നീറ്റി നീറ്റി ദഹിപ്പിച്ചു കളയുന്നതാണ് ചിന്ത എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഈ ദുഃഖസ്മൃതികളെ ഇല്ലാതാക്കുന്നവളാണ് ദേവി നിശ്ചിന്ത. ദേവി നിശ്ചിന്തയാണ്, അതിപ്പോ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾക്ക് എങ്ങനെ അതിനെ എടുക്കാം? ദുഃഖസ്മൃതികളെയൊക്കെ മാറ്റിയിട്ട് ദേവി നമ്മൾക്ക് സുഖസ്മൃതികൾ തരുന്നവളാണ് ദേവി. ദേവി ഉപാസിച്ചു കഴിഞ്ഞാൽ ആ അമ്മയുടെ കരുണ അങ്ങനെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആലംബമായി മാറും ഈ വിശ്വം തന്നെ എന്ന് നമ്മൾക്ക് തോന്നും. അതുപോലെ എല്ലാം സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദേവി നിശ്ചിന്തയാണ്. ഈ ആപ്തവാക്യം ഓർമ്മിച്ചു വെക്കുക. അപ്പോൾ ഭക്തന്മാരെ അവരുടെ ആകുലതകളിൽ നിന്നും ആകുല ചിന്തകളിൽ നിന്നും മുക്തയാക്കുന്നവളാണ് ദേവി, മോചിപ്പിക്കുന്നവളാണ് ദേവി. ഇത് തന്നെയാണ് വളരെ ചിന്തയുണ്ടായിരുന്നു ആർക്ക്? ശങ്കരാചാര്യർക്ക്. ബാലസ്താവൽ ക്രീഡാസക്ത തരുണസ്താവൽ തരുണീസക്ത വൃദ്ധസ്താവൽ ചിന്താസക്ത പരമേ ബ്രഹ്മണി കോപിനസക്ത. അപ്പോ വൃദ്ധസ്താവൽ ചിന്താസക്ത, കാലം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അതാണ് ശങ്കരാചാര്യർക്ക് പോലും നമ്മളെ പറ്റിയിട്ടുള്ള ചിന്തയായിരുന്നു. ബാലസ്താവൽ, ബാലകാലം ക്രീഡയിൽ കളഞ്ഞു. തരുണസ്താവൽ, തരുണിയും അതുപോലെ തന്നെ കാര്യങ്ങൾ ആലോചിച്ച് കളഞ്ഞു. വൃദ്ധയായപ്പോൾ എന്തേ ഉള്ളൂ? വൃദ്ധനായപ്പോ ചിന്ത മാത്രം. അപ്പോ പരമേ ബ്രഹ്മണി കോപിനസക്ത. അപ്പൊ ഈ ഒരു ചിന്തയിൽ നിന്ന് നമ്മളെ മുക്തമാക്കണമെങ്കിൽ എന്തു വേണം? ദേവിയുടെ ഈ നാമം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ വാർദ്ധക്യത്തിലെ ചിന്തയെ അകറ്റണമെങ്കിൽ അത് കാലത്തും നേരത്തും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ മക്കളെയും പഠിപ്പിച്ചു കൊടുക്കണം. ഇനി 161ാമത്തെ നാമം നിരഹങ്കാര. ഇവിടെ ദേവി അഹങ്കാരം എന്ന് പറഞ്ഞാൽ നേരത്തെ മതം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാനെന്ന ഭാവമാണ് അഹങ്കാരം. അപ്പോൾ അഹങ്കാരം തീരെ ഇല്ലാത്തവളാണ്. ഈ ഞാനെന്ന ഭാവം എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ ആനന്ദ ചിന്മയ ഹരേ എന്നുള്ള ആ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു എത്ര വലിയ വേദാന്തമാണ്. വേദാന്തം മുഴുവൻ കലക്കി അരച്ച് ആണ് വെച്ചിരിക്കുകയാണ് ഹരിനാമ കീർത്തനത്തില്. ഇവിടെ ഞാൻ, എൻ്റെ, എനിക്ക്, ഈ 3 കാര്യങ്ങളും വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഞാനും മറ്റൊരാളും എന്നുള്ള ഭേദം വരുന്നത്, ഭേദബുദ്ധി വരുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഭേദബുദ്ധിയേ ഇല്ല. പിന്നെ ഇതില്ലെങ്കിൽ, ഞാനില്ലെങ്കിൽ ബ്രഹ്മജ്ഞാനിയായി നിങ്ങള്, സംശയമില്ല, നമ്മളൊക്കെ ബ്രഹ്മജ്ഞാനിയായി. കാരണം അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരൊറ്റ എണ്ണേ ഉള്ളൂ. ഈ ഞാനിനെ അന്വേഷിച്ച് 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 എവിടെ എത്തുന്നത് നമ്മള്? ആരാണ് ഞാൻ? അത് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും ശുദ്ധ ബ്രഹ്മം തന്നെയാണ് എന്നിലിരിക്കുന്ന ഈ ആത്മാവ് എന്നുള്ളത്. ഈ കൊതുകും ഈ പാമ്പും ഈ തേരട്ടയും ഈ കൃമിയും ഈ കീടവും ഈ ദേഹവും എല്ലാം നിർജീവമായിട്ടുള്ളതാണ്, ജഡമാണ്. അതിനകത്ത് വെളിച്ചം കൊടുക്കുന്ന ജീവൻ തന്നെയാണ്
ഈ ബ്രഹ്മം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് കണ്ടെത്തും. വേറെ ആരും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ അരിസ്റ്റോട്ടിലാണെന്നോ, ഞാൻ അബ്രഹാം ലിങ്കൻ ആണെന്നോ, അല്ലെങ്കിൽ ഞാൻ ശങ്കരാചാര്യനാണെന്നോ ഒന്നും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ സ്വാമിമാരൊക്കെ സന്യാസം സ്വീകരിച്ച് നല്ല വിവരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ ഞാൻ എന്നൊരിക്കലും പറയില്ല, പേര് പറയില്ല, അവര് ഒന്നും പറയില്ല. തൊടുതൊട അപ്പൊ പലർക്കും തോന്നും, ഓ ഇവരൊന്നും ഞാനൊന്നും കൂടി പറയില്ല എന്നുള്ള രീതിയിൽ പറയും. ചിലപ്പോൾ നമ്മളെ എന്ന് പറഞ്ഞു വരും, ബഹുവചനം, ഞാനെന്ന് പറയില്ല. അതുപോലെ തന്നെ ഈ സത്വം, രജസ്, തമസ് എന്നുള്ള ഈ മൂന്ന് ഗുണങ്ങളും കൂടുമ്പോഴാണ് അതിന്ന് വൈകാരികം, തൈജസം, അതുപോലെ തന്നെ ഭൂതാദി, ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള അഹങ്കാരങ്ങളാണ്. ഈ മൂന്ന് ഗുണങ്ങളില്, സത്വം, രജസ്, തമസ്, ഈ ഗുണത്രയങ്ങളില് ഇങ്ങനെ കെട്ടുപിണഞ്ഞുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അഹങ്കാരം ഉണ്ടാവുന്നത്. അപ്പോ ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തിലെ ഈ ജീവചൈതന്യം പരാശക്തിയാണെങ്കിലും അത് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് എൻ്റെ ശരീരമാണ്, എൻ്റെ എന്ന് വരുമ്പോൾ നമ്മൾ അത് മിഥ്യാബോധമായി മാറും. അതാണ് ഞാനെന്ന ഭാവം, അതാണ് നിരഹങ്കാരം, അതാണ് ഞാനെന്ന ഭാവം. അത് തോന്നായിക വേണം യാ എന്ന് വന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇതൊക്കെ ഇന്ദ്രിയങ്ങളുടെ കുഴപ്പമാണിത്. ഈ സുഖം, ദുഃഖം, അതെന്തൊക്കെയാണ്? ഇന്ദ്രിയസ്ഥമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അനുഭൂതികൾ, ഇതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ എന്ത് പറയുന്നു? ഈ ദുഃഖമാണ്, നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ വെറുക്കും. സുഖമാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ടുണ്ടാവുന്നത്, സുഖമാണ് അനുഭൂതികളെ കൊണ്ടുണ്ടാവുന്നതെങ്കിൽ നമ്മൾ അതിനെ ഇഷ്ടപ്പെടും. ദുഃഖമാണ് അനുഭൂതികളെ കൊണ്ടുണ്ടാവുന്നത്, ദുഃഖമാണ് പിന്നെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുണ്ടാവുന്നതെങ്കിൽ നമ്മൾ അതിനെ വെറുക്കും. അപ്പോൾ ഇത് ബന്ധങ്ങളുടെ അഴിയാത്ത ഒരു ചങ്ങല സൃഷ്ടിക്കും. ആരെങ്കിലും വെറുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾക്ക് ഒരു കെട്ടായി മാറും. അടുത്ത ജന്മത്തിലും അത് തീർക്കേണ്ടി വരും. ആരെങ്കിലും അതിയായിട്ട് അടുത്തു കഴിഞ്ഞാൽ, നമുക്ക് ഭാഗവതത്തിലൊക്കെ അറിയാം, ഒരു മാനിനെ കണ്ട് ഒരു നിമിഷം ആ മാനെ എല്ലാം ഉപേക്ഷിച്ച് പോയിട്ട് അദ്ദേഹത്തിന് ആ മാനിനെ കണ്ടപ്പോഴാണ് ആ മാനിനോട് ഒരു രാഗം തോന്നുന്നു. അങ്ങനെ ആ മാൻകുട്ടി, അതിൻ്റെയൊക്കെ കഥ വിസ്തരിക്കാൻ സമയമില്ല. അങ്ങനെ അതിനോട് കുറേ കാലം അതിനെ പിടിച്ചിരിക്കുമ്പോഴാണ് ഈ ഭരതന് വീണ്ടും ജഡഭരതനായി, മാനായി ജനിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ജഡഭരതനായി മാറേണ്ടി വരുന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങൾ ഈ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള എത്രയോ കാലങ്ങളായിട്ടുള്ള ജന്മങ്ങളാണ്. ആ ജന്മത്തിൽ നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും, ഇപ്പൊ നമ്മൾ ഒരു പ്രത്യേക കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടു, കുറേ കാലം കഴിഞ്ഞു അത് നമുക്ക് കുറേ പ്രാവശ്യം അഡ്വർടൈസ്മെന്റ് കണ്ടു, അത് നമുക്ക് ചെയ്യേണ്ട, അത് പറ്റാത്ത കാര്യമാണെന്ന് കരുതി നമ്മൾ അതിനെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് എവിടെയെങ്കിലും കിടക്കുന്നുണ്ട്. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അത് സാധിക്കണം. അതിനു വേണ്ടി നമ്മൾ വീണ്ടും വരും. അപ്പോൾ എന്ത് നമ്മൾ മോഹിച്ചാലും അത് എവിടെയെങ്കിലുമൊക്കെ ചെയ്യണം. അതിന്ന് നമ്മളെ മുന്നിൽ കൊണ്ടുപോകണമെങ്കിൽ ദേവിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ജന്മാന്തരങ്ങളായിട്ടുള്ള ആ കടങ്ങളെ, ഇനിയുള്ള നാമങ്ങളിൽ അത് വീണ്ടും വരും, അപ്പോൾ ആവർത്തിച്ച് പറയാം, അത് മാറ്റിയെടുക്കണമെങ്കിൽ ദേവിക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തിന് മാത്രമേ പറ്റുള്ളൂ ഇത് മാറ്റിയെടുക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഇതെല്ലാം അനുഭവിച്ച് പിന്നെയും വരും, പിന്നെയും അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അതിൻ്റെ അതിൻ്റെ ആ ശക്തി കുറഞ്ഞിട്ടാണ് ഒടുക്കം നമുക്ക് മുക്തിയിലേക്ക് പോകുന്നത്. അല്ലാതെ മുക്തി തരിക എന്ന് പറഞ്ഞാൽ നമ്മളുടെ കർമ്മങ്ങളെല്ലാം അവസാനിപ്പിക്കാനുള്ള ശക്തി ആ ദൈവത്തിന് വേണ്ടി വരും. എന്നാലാണ് ജന്മങ്ങളിൽ നിന്ന് മുക്തി നമ്മൾക്ക് കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ഇവിടെ ഈ വാസനാബലത്താൽ നമ്മൾ വീണ്ടും വീണ്ടും ഈ ജനന മരണ ചക്രത്തിൽ കുരുങ്ങുന്നു. അപ്പോൾ നിരഹങ്കാരിയായിട്ടുള്ള ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വാസനാ ബലത്തെ തന്നെ മാറ്റും എന്നുള്ളതാണ്. അതാണ് ഇവിടെ നിരഹങ്കാര എന്നുള്ള നാമത്തിൽ വരുന്നത്. 162ാമത്തെ നാമം നിർമോഹ. നിർമോഹ എന്ന് പറഞ്ഞാൽ ഒരു മോഹവും ഇല്ലാത്ത ദേവി. ദേവിക്ക് ഇതുപോലെ നമ്മൾ കണ്ടു രാഗവും ദ്വേഷവും ഒന്നുമില്ല. അജ്ഞാനത്തിൽ നിന്നും വരുന്നതാണ് എന്താണ്? ദുഃഖം, ജാഡ്യം, ഇതൊക്കെ അതിനൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നതാണ് എന്താണ്? മോഹം. അപ്പോ ഇവിടെ ഈശാവാസ്യ ഉപനിഷത്തിലെ തത്രഗോ മോഹ ക ശോക ഏകത്വം അനുപശ്യതേ എന്നുള്ള ഒരു വാക്യമുണ്ട്. അപ്പോൾ ഈ മോഹം എന്നുള്ളത് ഒരു അഭൗത ഭ്രമമാണ്. ഇപ്പോൾ ഏകത്വം, തത്രഗോ മോഹക ശോക ഏകത്വം അനുപശ്യത. ഏകത്വം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോഹം എവിടെ, പിന്നെ ശോകം എവിടെ എന്നാണ് ഈ വാക്യം പറയുന്നത്. അപ്പോൾ തത്രഗോ മോഹക ശോക ഏകത്വം അനുപശ്യതേ. ആ അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്തണമെങ്കിൽ ഏകത്വം എന്താണെന്ന് നമ്മൾ അറിയണം. ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ള ആ ധാരണ പതുക്കെ 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 കുറഞ്ഞു വരണം. അങ്ങനെ ഒരു മോഹവും ഇല്ലാണ്ട് മാറും. ദേവി മോഹങ്ങൾക്കൊക്കെ അതീതയാണ്. എല്ലാ മോഹങ്ങളും ദേവിയായാലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിർമോഹ. ഇനി 163ാമത്തെ നാമം
മോഹനാശിനി എന്നാണ് ദേവിയുടെ 163 നാമം. അപ്പോൾ മോഹത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം മോഹനാശിനി. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങളെല്ലാം കാരണകാരിയാണ് ദേവി. അപ്പോൾ ദേവിക്ക് ഒരു മോഹവുമില്ല. ദേവി എല്ലാം ഭക്തരുടെ മോഹങ്ങളെ സാധിപ്പിക്കാനും അതുപോലെ തന്നെ ആ മോഹങ്ങളാൽ ബദ്ധമായിട്ടുള്ള ആ ജനന മരണ ചക്രത്തെ നശിപ്പിക്കാനും ദേവിക്ക് പറ്റും. അതുകൊണ്ട് ദേവി മോഹനാശിനി. 9:30 ഇവിടെ നമുക്ക് നിർത്താം. അപ്പം നമ്മൾ 163 നാമത്തിൽ 47 ശ്ലോകത്തിലെ 163 നാമത്തോടുകൂടി ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓം സഹനാവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ ഓം ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.